ഇസ്രായേൽ ലോബി അമേരിക്ക കീഴടക്കുന്നു. ഹിന്ദിൻ്റെ ശബ്ദം ഇന്ത്യക്ക് കേൾക്കേണ്ട. മീഡിയ സ്കാനിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ലോബി അമേരിക്ക കീഴടക്കുന്നു. തുടങ്ങാൻ എളുപ്പം, നിർത്താൻ പ്രയാസം. യുദ്ധത്തിൻ്റെ കാര്യം അങ്ങനെയാണ്. ഇറാനെ ആക്രമിക്കാൻ US പ്രസിഡന്റ് ട്രംപ് കാരണങ്ങൾ മാറ്റി പറഞ്ഞു. ആണവായുധമെന്ന് പറഞ്ഞു, ഇറാനിലെ വിമതരെ രക്ഷിക്കാനെന്ന് പറഞ്ഞു, അങ്ങനെ പലതും. പക്ഷേ ട്രംപ് പറയാതിരുന്ന ഒരു യഥാർത്ഥ കാരണമുണ്ട്. അതാണ് ജോ കെൻറ്റ് വെട്ടി തുറന്നങ്ങ് പറഞ്ഞത്. ട്രംപിൻ്റെ സ്വന്തം ആളായിരുന്നു കെൻറ്റ്. ട്രംപിന് കീഴിൽ ഭീകരവിരുദ്ധ വിഭാഗം മേധാവിയായിരുന്നു. പക്ഷേ ട്രംപിൻ്റെ ഇറാൻ യുദ്ധത്തോട് വിയോജിച്ച് കെൻറ്റ് രാജിവെച്ചു. രാജി എന്തുകൊണ്ട് എന്ന് ട്വിറ്ററിലൂടെയും ഔദ്യോഗിക രാജിക്കത്തിലൂടെയും വിളംബരം ചെയ്തു. എൻ്റെ മനസ്സാക്ഷിക്ക് യോജിക്കാനാവാത്ത യുദ്ധമാണിത്. കാരണം ഇറാൻ അമേരിക്കക്ക് ഭീഷണിയായിരുന്നില്ല. ജോ കെൻറ്റ് തുറന്നു തന്നെ പറഞ്ഞു, ഈ യുദ്ധം അമേരിക്കക്ക് വേണ്ടിയല്ല, ഇസ്രായേലിന് വേണ്ടിയാണ് എന്ന്. ഇസ്രായേലിന് വേണ്ടി അമേരിക്കൻ പണവും അമേരിക്കക്കാരുടെ ജീവനും കൊടുത്ത് നടത്തുന്ന അനാവശ്യ യുദ്ധം. വാസ്തവത്തിൽ കെൻറ്റ് പറഞ്ഞത് പരസ്യമായ രഹസ്യമാണ്. അമേരിക്കൻ നയങ്ങളെ സ്വാധീനിക്കാൻ ശക്തിയുണ്ട് അവിടുത്തെ ഇസ്രായേലി ലോബിക്ക്. ഉള്ളുകള്ളികൾ ശരിക്കറിയാവുന്ന ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ അത് പറയുന്നു എന്നതാണ് പുതിയ വിശേഷം. ഇസ്രായേലി ലോബിയുടെ സമ്മർദ്ദക്കെണിയിൽ അമേരിക്ക വീണു എന്ന്. ഇസ്രായേലിനോടുള്ള വിധേയത്വം മടുത്ത് US സർക്കാരിലെ 16 ഉന്നത ഉദ്യോഗസ്ഥരാണ് കഴിഞ്ഞ 3 വർഷങ്ങളിൽ രാജിവെച്ചത്. അത്യുന്നത സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ ജോ കെൻറ്റും. കെൻറ്റ് തെളിച്ച് തന്നെ പറയുന്നു, ഈ യുദ്ധം ഇസ്രായേലിന് വേണ്ടി നടത്തുന്നതാണ്. The first senior official has resigned from President Trump's administration over Iran. Joe Kent, head of the National Counter-Terrorism Center. His resignation letter read, Iran posed no imminent threat to our nation, and it's clear that we started this war due to pressure from Israel and its powerful America lobby. 2018 സിറിയയിലും US അനാവശ്യ യുദ്ധം ചെയ്തിരുന്നു. പിൻവാങ്ങാൻ ട്രംപ് ശ്രമിച്ചെങ്കിലും ആരോ തടഞ്ഞു. കെൻറ്റിൻ്റെ ഭാര്യ അവിടെ കൊല്ലപ്പെട്ടതും മറ്റാർക്കോ വേണ്ടി. Who just basically said that we don't have to listen to the Trump administration, and that's ultimately what led to my wife getting killed. അമേരിക്കയുടെ യുദ്ധനയത്തെ അകത്തുനിന്നും പുറത്തുനിന്നും കണ്ടിട്ടുള്ള കെൻറ്റിന് ഇറാൻ യുദ്ധത്തോടെ ഉറപ്പായി ഇസ്രായേലിന് വേണ്ടി, ഇസ്രായേലിൻ്റെ താൽപ്പര്യപ്രകാരം അമേരിക്ക നടത്തുന്ന യുദ്ധമാണ് ഇത്. അമേരിക്കയെ ആപത്തിൽപ്പെടുത്തിയിട്ടായാലും ഇസ്രായേലിന് ആളും അർത്ഥവും നൽകാൻ അമേരിക്കൻ സർക്കാരിൽ നുഴഞ്ഞു കയറി പ്രവർത്തിക്കുന്നു ഇസ്രായേൽ ലോബി. ഭരണകക്ഷി മുതൽ സൈന്യവും മാധ്യമങ്ങളും വരെ US ഭരണത്തിൻ്റെ എല്ലാ തലങ്ങളിലും ആ സമ്മർദ്ദ ശക്തി പ്രവർത്തിക്കുന്നു. AIPAC, FDD, ZOA തുടങ്ങി അനേകം സമ്മർദ്ദ ഗ്രൂപ്പുകൾ. Just how much influence do pro-Israel groups wield over US foreign policy, particularly when it comes to Iran? Organizations like the American Israel Public Affairs Committee, or AIPAC, the Foundation for Defense of Democracies, the Zionist Organization of America, and United Against Nuclear Iran have not only lobbied hard for sanctions, they've worked to demonize Tehran. ഇറാനെതിരെ ഭീതി വളർത്തുക, സമാധാന ചർച്ചകൾ പൊളിക്കുക എന്നതൊക്കെ ഇവരുടെ സ്ഥിരം ജോലിയാണ്. US നേതാക്കളെ പ്രലോഭനവും ഭീഷണിയും കൊണ്ട് വശത്താക്കും. ഞാൻ സയണിസ്റ്റാണ് എന്ന് പ്രഖ്യാപിച്ച ജോ ബൈഡനും ഇസ്രായേലിന് വേണ്ടി എനിക്ക് വോട്ട് തരൂ എന്ന് പറഞ്ഞ ട്രംപും ഈ ലോബിക്ക് വിധേയരാണ്. Setting the stage for President Donald Trump to abandon the agreement during his first term. If you want Israel to survive, you need Donald J. Trump as the 47th president of the United States. It's very simple. അമേരിക്കൻ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും സംഭാവന നൽകി അവരെ വിധേയരാക്കും. സയണിസ്റ്റ് പണച്ചാക്കായ മെറിയം ആഡൽസൺ പറയുന്നതിനപ്പുറം തനിക്ക് ഒന്നുമില്ലെന്ന് ട്രംപ് തന്നെ പലതവണ സമ്മതിച്ചതാണ്. She's got $60 billion in the bank, $60 billion. And she loves, I think she's saying no more. ട്രംപ് കൂടെ ഇസ്രായേലിൽ പോകും. പാർലമെൻറ്റായ കെനസെറ്റിൽ വരെ ആഡൽസനെ പുകഴ്ത്തും.
മരുമകൻ ജാരദ് കുഷ്ണറാണ് ട്രംപിന്റെ മറ്റൊരു യജമാനൻ. Trump's son-in-law Jared Kushner played a central role in Middle East policy, often bypassing traditional diplomatic channels and coordinating closely with Israeli officials, shaping peace plans and regional strategy. His family's long-standing personal relationship with Benjamin Netanyahu, so close that Netanyahu once stayed at the Kushner family home in New Jersey, sleeping in Kushner's bedroom as a guest, underlines how deeply intertwined their networks have been for decades. വേറൊരു സയനിസ്റ്റ് ലോബിക്കാരൻ ട്രംപിന്റെ വിദേശകാര്യ സെക്രട്ടറിയാണ് മാർക്കോ റൂബിയോ. And Marco Rubio, now a leading national security voice in the administration, has long been one of the biggest recipients of pro-Israel campaign funding and consistently pushed for tougher Iran sanctions in Congress. സ്വന്തം നാട്ടിനോടുള്ളതിനേക്കാൾ ഇസ്രായേലിനോട് കൂറ് പുലർത്തുന്ന US പ്രസിഡന്റുമാർ അല്ലാത്തവർ പ്രസിഡന്റ് ആകില്ല എന്നിടത്തോളം ശക്തമാണ് ഇസ്രായേലി ലോബി. From Capitol Hill lobbying to pressure on U.S. policy towards Iran, pro-Israel groups have spent years shaping the political environment that made a military confrontation more likely. ഇസ്രായേലിനോടുള്ള ഈ വിധേയത്വം വളരെ ആഴത്തിലുള്ളതാണ്. അമേരിക്കയുടെ നയം പോലും ഇസ്രായേലികളാണ് എഴുതുന്നത്. അടുത്ത കാലത്ത് വൈറ്റ് ഹൗസ് വെബ്സൈറ്റിൽ ഒരു പട്ടിക വന്നു. യുദ്ധത്തെ ന്യായീകരിക്കാനായി അമേരിക്കയോട് ഇറാൻ ചെയ്തതെന്ന് പറയുന്ന പാതകങ്ങളുടെ ലിസ്റ്റ്. മാക്സ് ബ്ലൂബന്താൾ എന്ന ജേർണലിസ്റ്റ് ഇതിൻ്റെ ഉറവിടം അന്വേഷിച്ചു. ഇസ്രായേലി ലോബിയിൽപ്പെട്ട FDD എന്ന സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് അപ്പടി പകർത്തിയതാണ് ലിസ്റ്റ് എന്ന് കണ്ടു. വൈറ്റ് ഹൗസ് ചേർത്ത 44 പോയിന്റും അതേ ക്രമത്തിൽ അതേ വാക്കുകളിൽ ഇസ്രായേലി ലോബിയുടെ രചനയാണ് എന്നർത്ഥം. വൈറ്റ് ഹൗസിൻ്റെ ഔദ്യോഗിക രേഖ വരെ ഇസ്രായേലി സൃഷ്ടിയാണ്. ഇസ്രായേൽ ലോബി അമേരിക്കയെ വരിഞ്ഞു മുറുക്കാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല. 2006 തന്നെ അതിൻ്റെ തെളിവുകൾ പുറത്തു വന്നിരുന്നു. ഒരു ഗവേഷണ പ്രബന്ധം തന്നെ അതിനെപ്പറ്റി ഇറങ്ങി. ഷിക്കാഗോ, ഹാർവർഡ് സർവകലാശാലകളിലെ 2 പ്രൊഫസർമാർ തയ്യാറാക്കിയ ആ പ്രബന്ധം 2007 പുസ്തകമായി. പ്രൊഫസർ ജോൺ മിയർഷൈമറും പ്രൊഫസർ സ്റ്റീവൻ വാൾട്ടും രചിച്ച ദ ഇസ്രായേലി ലോബി എന്ന ഗ്രന്ഥമാണത്. കാര്യസിദ്ധിക്കായി എല്ലാ രാജ്യങ്ങളിലും വിദേശ ലോബികൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേലി ലോബി വ്യത്യസ്തമാണ്. അർബുദം പോലെ US ഭരണകൂടത്തിനകത്ത് ഇടം പിടിച്ചാണ് അത് പ്രവർത്തിക്കുന്നത്. ഇക്കാര്യം പുസ്തകം വിശദമായി പ്രതിപാദിച്ചു. A key pillar of the lobby's effectiveness is its influence in the U.S. Congress. Whether the issue is abortion, arms control, affirmative action, gay rights, the environment, trade policy, healthcare, immigration, welfare, there is almost always a lively debate on Capitol Hill. ഈ ലോബിയുടെ ഭാഗമായി 50-ലേറെ സംഘടനകൾ അമേരിക്കയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവയിൽ ഏറ്റവും ശക്തം അമേരിക്കൻ ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി എന്ന AIPAC ആണ്. Potential critics fall silent, and there is hardly any debate at all. To understand why that is, we must examine AIPAC's grooming of congressional candidates. As former AIPAC President Howard Friedman explained in August 2006, AIPAC meets with every candidate running for Congress. US കോൺഗ്രസിലും സർക്കാരിലും മീഡിയയിലുമെല്ലാം നിർണായക ഘടകമാണ് ഇസ്രായേലി ലോബി. In 1990, Democrat Harry Lonsdale challenged the Republican senator from Oregon, Mark Hatfield. The word that I was pro-Israel got around, he said. Lonsdale described a visit to AIPAC headquarters during his campaign. It was an experience I will never forget. It wasn't enough that I was pro-Israel. I was given a list of vital topics and quizzed, read grilled, for my specific opinion on each. പാർട്ടികളെയും സ്ഥാനാർത്ഥികളെയും പണം കൊടുത്ത് വരുതിയിലാക്കും. എതിർക്കുന്നവരെ ഭീഷണിപ്പെടുത്തും. ഈ ദുസ്വാധീനം നയരൂപീകരണത്തിലും നിയമനിർമ്മാണത്തിലും ഭരണത്തിലും മാധ്യമ മേഖലയിലുമെല്ലാം പ്രകടമാണ്. Then CNN chief news executive Eason Jordan said he could find up to 6,000 email messages protesting coverage in his inbox in a single day. In a callback to the experts filter, as in the 5 filters of the mass media laid out in the foundational media criticism text, Manufacturing Consent, 20 വർഷം മുൻപ് ഇറങ്ങിയ ദ ഇസ്രായേൽ ലോബി എന്ന പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങളിലെ സയനിസ്റ്റ് സ്വാധീനമടക്കം അതേപടി പുലരുന്നുണ്ട് ഇപ്പോൾ ഇറാൻ യുദ്ധത്തിലും. അമേരിക്കയെ ഭരിക്കാനും അതിൻ്റെ നയം രൂപപ്പെടുത്താനും വംശഹത്യയിൽ വരെ അതിൻ്റെ സഹകരണം നേടിയെടുക്കാനും ഇസ്രായേലിന് കഴിയുന്നു. അതിന് കാരണം ഒന്ന് മാത്രം, US-ലെ ഇസ്രായേൽ ലോബിയുടെ സ്വാധീനം. I finally reached the stage where, as chairman of the Foreign Relations Committee, I saw our foreign policy totally turned around. With a Muslim world, 800 million people looking askance at the United States of America, what is happening? Who is running the foreign policy? A
Can Israel and the Prime Minister have more power than the entire Senate of the United States or the President of the United States? And that, to me, I simply said, enough. ദ ഇസ്രായേൽ ലോബി എന്ന പുസ്തകം ഇറങ്ങി 10ാം വർഷം 2017 അൽ ജസീറ ഗംഭീരമായ ഒരു ഡോക്യുമെൻ്ററി ചെയ്തു. ഡോക്യു പരമ്പരയുടെ ആദ്യ ഭാഗം തന്നെ സ്ഫോടക ശേഷിയുള്ളതായിരുന്നു. ബ്രിട്ടീഷ് മന്ത്രിമാരെ പുറത്താക്കാൻ ലണ്ടനിലെ ഇസ്രായേൽ എംബസി നടത്തിയ ഗൂഢശ്രമങ്ങൾ അതിൽ തുറന്നുകാട്ടി. ഒളി ക്യാമറയിലൂടെ ലോകം ഉപജാപം കണ്ടു. അത് കോളിളക്കമുണ്ടാക്കി. തെളിവുകൾ അനിഷേധ്യമായിരുന്നു. ഇസ്രായേലി എംബസി ഉദ്യോഗസ്ഥൻ രാജിവെക്കേണ്ടി വന്നു. ഈ അൽ ജസീറ ഡോക്യുമെൻ്ററിയുടെ അടുത്ത ഭാഗം തൊട്ടടുത്ത വർഷം ഇറങ്ങി. ഇതിൽ US ഭരണകൂടത്തിലെ ഇസ്രായേലി കള്ളക്കളികൾ കൂടുതൽ വിസ്ഫോടക ശേഷിയോടെ കാണിച്ചു. Using an undercover reporter, Al Jazeera's investigative unit infiltrates one of the most powerful lobbies in the world. Getting $38 billion in security aid to Israel matters, which is what AIPAC is doing. We examine how the lobby, led by AIPAC, the American Israel Public Affairs Committee, has secured unwavering support in Congress. Congressmen don't do anything unless you pressure them. And the only way to do that is with money. ബ്രിട്ടനിൽ ഈ പരമ്പര തടയാൻ ശ്രമം നടന്നു. തടയാനായില്ല. ചാനൽ 4 എന്ന മറ്റൊരു ചാനലും അതേപ്പറ്റി ഡോക്യുമെൻ്ററി അവിടെ ചെയ്തു. ഡോക്യുമെൻ്ററിയുടെ 2ാം ഭാഗം US-ലെ ലോബിയെ പറ്റിയാണെന്ന വിവരം അറിഞ്ഞപ്പോഴേക്കും അവർ ഇടപെട്ട് തടഞ്ഞു. അങ്ങനെ പരമ്പര വിളംബരം ചെയ്ത ശേഷം അൽ ജസീറ പിന്മാറി. രാഷ്ട്രീയ സമ്മർദ്ദമായിരുന്നു കാരണം. ലോബിയുടെ മറ്റൊരു വിജയം. എങ്കിലും അൽ ജസീറ വീഡിയോ ചോർന്നു. ഇലക്ട്രോണിക് ഇൻതിഫാദ, ഫ്രാൻസിലെ ഓറിയന്റ് 21, ലെബനാനിലെ അൽ അഖ്ബാർ എന്നീ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ അത് ലോകം കണ്ടു. ഈ മാർച്ച് മാസത്തിൽ ലോബി പുസ്തകത്തിൻ്റെ 20ാം വാർഷികത്തിൽ സഹഗ്രന്ഥകാരനായ പ്രൊഫസർ മിയർഷൈമർ പറയുന്നു, ലോബി എന്നത്തെക്കാളും ശക്തമാണ് ഇന്ന്. ഗസ വംശഹത്യക്കെതിരെ ഒന്ന് ചുണ്ടനക്കാൻ മനുഷ്യാവകാശവാദികൾക്ക് പോലും കഴിയാത്ത വിധം ശക്തമാണ് ലോബി. Here you have a genocide in Gaza after October 7th. What's truly remarkable is hardly any of these advocates of human rights, these human rights advocates, speak out against the genocide. വംശഹത്യയിൽ എന്ന പോലെ ഇറാനെതിരായ അന്യായ യുദ്ധത്തിലേക്കും അമേരിക്കയെ വലിച്ചിഴച്ചത് ഇസ്രായേൽ ലോബിയാണ്. They've made their interests perfectly clear. This is true of Prime Minister Netanyahu, who has been a huge advocate of sucking the Americans into this war. പണവും പ്രലോഭനങ്ങളും ഭീഷണിയും ബലപ്രയോഗവും ഒക്കെ ഇസ്രായേൽ ലോബി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതിനു പുറമെ അധികം പുറത്തു പറയാത്ത ചില മതവിശ്വാസങ്ങളും. You must remember what Amalek has done to you, says our Holy Bible. നെതന്യാഹു അടക്കമുള്ള സയനിസ്റ്റ് നേതാക്കൾ ബൈബിൾ പഴയ നിയമത്തിലെ തോറയിലെ ക്രൂര മുറകൾ ഉദ്ധരിച്ച് പട്ടാളക്കാരോട് പറയുന്നു, പണ്ട് അമാലക്കുകളോട് ചെയ്തത് ഗസക്കാരോട് ചെയ്യുക, സ്ത്രീകളെയും കുട്ടികളെയും പോലും വെറുതെ വിടരുത് എന്ന് മതവികാരമുയർത്തി വംശഹത്യക്ക് ആഹ്വാനം ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ 2ാം വരവിന് ഫലസ്തീൻ്റെ നാശവും ഇസ്രായേലിൻ്റെ ഉയർച്ചയും ആവശ്യമാണെന്നും അതിന് നിയുക്തരായവരാണ് തങ്ങളെന്നും സയനിസ്റ്റുകൾ വിശ്വസിക്കുകയും വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ഈ സയനിസ്റ്റുകളിൽ തീവ്ര ജൂതന്മാർ മാത്രമല്ല, തീവ്ര ക്രൈസ്തവരുമുണ്ട്. ഗസ വംശഹത്യയും ഇറാൻ യുദ്ധവും അതിനുവേണ്ടിയാണെന്ന് സൈനികരെ വിശ്വസിപ്പിക്കുന്നു. പ്രതിരോധ മന്ത്രാലയത്തെ യുദ്ധ മന്ത്രാലയമെന്ന് പേരുമാറ്റിയ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ഈ തീവ്രവാദത്തിൻ്റെ വക്താവും പ്രയോക്താവുമാണ്. 2018 അദ്ദേഹം അൽ അക്സ പള്ളി പൊളിച്ച് 3ാം ടെമ്പിൾ നിർമ്മിക്കാനുള്ള നിയോഗത്തെപ്പറ്റി പ്രസംഗിച്ചു. And there's no reason why the miracle of the reestablishment of the temple on the Temple Mount is not possible. വൈറ്റ് ഹൗസിൽ ഈയിടെ ഏതാനും പുരോഹിതരും മറ്റും ചേർന്ന് ട്രംപിനു വേണ്ടി പ്രാർത്ഥിച്ച ദൃശ്യം ഓർക്കുക. മതചടങ്ങും ഭരണവും ചേരുന്ന പ്രത്യേക സെക്യുലറിസം ട്രംപിനെ നിയുക്ത രക്ഷകനാക്കുന്നു. Continue to give our president the strength that he needs to lead our great nation as we come back to one nation under God, indivisible, with liberty and justice for all. We pray your heavenly blessing upon him in Jesus' name.
ഇസ്രായേലി സർക്കാരിനെ പിന്തുണയ്ക്കേണ്ടത് ക്രിസ്ത്യാനികളുടെ മതപരമായ ബാധ്യതയാണെന്ന് ചിലർ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കാര്യം കത്തോലിക്കക്കാരി കാരി ബോളർ ഈയിടെ ടക്കർ കാൾസനോട് വിവരിച്ചു. Their theology is that Christians are required as a matter of faith to support the government of Israel. Oh, yeah. Oh, yeah. Do you have any Those idea? who bless Israel will be blessed. It's exactly what Ted told you. ഇറാനെതിരായ യുദ്ധവും മതപരമായ ആവശ്യമാണെന്നും ട്രംപ് അതിന് നിയുക്തനായ മിശിഹ ആണെന്നും സൈനിക മേധാവികൾ തന്നെ പ്രചരിപ്പിക്കുന്നു. ഇതേപ്പറ്റി പട്ടാളക്കാരിൽ നിന്ന് പരാതിയും ഉയർന്നിട്ടുണ്ട്. I mean, these are serious legal complaints by soldiers in the field today, fighting in the armed services of this country, saying that this is happening. ഇസ്രായേലിലെ US അംബാസഡർ മൈക്ക് ഹക്കബി വംശഹത്യയെ ബൈബിൾ ഉദ്ധരിച്ച് ന്യായീകരിക്കാറുണ്ട്. Particularly Christian believers in the United States and across the world need to recognize it. You don't stand with Israel because you agree with their government on everything. You stand with Israel because Israel is standing for a tradition of the God of Abraham, Isaac and Jacob. ഇസ്രായേലിന് വേണ്ടിയുള്ള കുരിശ് യുദ്ധമായി ഇന്നത്തെ US ഇസ്രായേലി അതിക്രമങ്ങളെ അവതരിപ്പിക്കുന്നതിൽ അമേരിക്കൻ കുരിശ് യുദ്ധം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവിനെ യുദ്ധകാര്യ സെക്രട്ടറിയാക്കുന്നതിൽ ലോകാവസാനത്തെയും രണ്ടാം വരവിനെയും പറ്റിയുള്ള വിശ്വാസത്തെ വംശഹത്യയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിൽ ഇസ്രായേൽ ലോബി വിജയിച്ചതിൻ്റെ ലക്ഷണം കൂടിയാണ് ലോകം ഇന്ന് അനുഭവിക്കുന്നത്. അമേരിക്കൻ ഭരണ സംവിധാനത്തെ എയ്പെക്കും മുഴുവൻ ഇസ്രായേൽ ലോബിയും വിഴുങ്ങിക്കഴിഞ്ഞു. എപ്സ്റ്റീൻ കെണി മുതൽ ആ ഫയലുകൾ കാട്ടിയുള്ള ഭീഷണികളിലൂടെ മതവിശ്വാസത്തെയും വംശീയതയും ഒക്കെ തരം പോലെ ഉപയോഗപ്പെടുത്തി സയനിസത്തിന് വിധേയപ്പെട്ട മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി ഇസ്രായേൽ ലോബി കുടത്തിൽ നിന്ന് വന്ന അക്രമീഭൂതം കണക്കെ ഹിംസ പടർത്തുന്നു. അനേകം ഭരണകൂടങ്ങളെയും സാമ്പത്തിക കേന്ദ്രങ്ങളെയും മാധ്യമങ്ങളെയും വരുതിയിലാക്കി അത് ലോകത്തെ മുഴുവൻ ഭരിക്കാൻ ശ്രമിക്കുന്നു. ലോകത്തിൻ്റെ ഭാവി കൊണ്ട് അമ്മാനമാടുന്നു.